ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഗൾഫിൽ നിന്നിട്ട് ഇന്ത്യയിലേക്ക് പോകുന്നതാണ്, വീട്ടിലേക്ക്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പാക്കിങ്ങിൻ്റെ തലേ ദിവസം തന്നെ ബാഗ് ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. വിശാൽ പതുക്കെ ആയിട്ട് വരുള്ളൂ. വിശാലിന് ബേസിക് ആയിട്ടുള്ള കുക്കിംഗ് ഒക്കെ അറിയാം. ഇങ്ങനൊക്കെ മാറി നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു വിശാൽ കൂടുതലായിട്ട് കുക്കിംഗ് ഒക്കെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഞാനൊക്കെ കിച്ചണിൽ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കി കണ്ട് പഠിക്കണ ഒരു കൂട്ടത്തിലല്ല വിശാൽ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ പഠിക്കുന്നത്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പോണേക്കാണ് മുമ്പായിട്ട് ഞാൻ കംപ്ലീറ്റ് ലോണ്ട്രി ക്ലിയർ ആക്കാണ്. തലേദിവസം ചെയ്യുമ്പോൾ തന്നെ ലോണ്ട്രി കഴുകി ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും. ഇന്ത്യയിൽ ചെന്നിട്ട് വേണം നല്ല കോട്ടൺ ക്ലോത്ത്സ് വാങ്ങിക്കാൻ. ഐ റിയലി മിസ് ഇന്ത്യ ഷോപ്പിംഗ്. എസ്പെഷ്യലി അമ്മയുടെ കൂടെ മോളിൽ പോയി ഷോപ്പിംഗ് ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമാണ് എനിക്ക്. നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഷെയർ ചെയ്യാം. ഇറ്റ് മൈറ്റ് ബി എ ലിറ്റിൽ ഫണി. എനിക്ക് ഫ്ലൈറ്റ് ഫോബിയ ഉണ്ട്. എന്ന് വെച്ചാൽ ആകാശത്ത് പറക്കുന്ന സമയത്ത് എനിക്ക് ഫ്ലൈറ്റിനുള്ളിൽ ഇരിക്കുമ്പോൾ പേടിയുണ്ട്, അങ്ങനെ അല്ല. എനിക്ക് ഈ ഫ്ലൈറ്റ് എന്തെങ്കിലും കാരണവശാൽ മിസ്സാവും എന്നൊരു പേടിയാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പാസ്പോർട്ട് എടുക്കാൻ മറന്നിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ റീസൺസ് വെച്ചിട്ട് എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ അവർ അനുവദിക്കില്ല എന്നൊക്കെ ഒരു പേടി. പോസ്റ്റ് കൊറോണ ആണെങ്കിൽ പേപ്പർ വർക്ക്സും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ആങ്സൈറ്റി ആഗ്രവേറ്റ് ആണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേടി എനിക്കുണ്ട്. ഒറ്റയ്ക്ക് എത്ര തവണ ട്രാവൽ ചെയ്തിട്ട് പോലും ആ പേടി ഇതുവരെ മാറിയിട്ടില്ല. വീട്ടിലെത്തും വരെ ഒരു ഇതാണ് മനസ്സിൽ. സോ അറ്റ് ദിസ് മൊമെൻറ്റ് ഞാൻ ആങ്സൈറ്റീനെ മാറ്റാൻ ഒരു കാമോമിൽ ടീ കുടിക്കുന്നുണ്ട്. അങ്ങനെ കുടിച്ച് പാക്കിങ് ചെയ്യണം. നിങ്ങൾക്കും ഇങ്ങനത്തെ ഫ്ലൈറ്റ് ഫോബിയ, പേടി ഓർ ബാഡ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഓരോ ഫ്ലൈറ്റ് ജേർണിയും ഒരു ചെറിയ അച്ചീവ്മെൻ്റ് ആണ് എനിക്ക്. ഇപ്രാവശ്യം അധികം കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു മാർഷ്മെല്ലോയുടെ പാക്കറ്റ് വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് നല്ല ക്വാളിറ്റി ഉള്ളതും പിന്നെ കുറഞ്ഞ ചിലവിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മെച്ച്ദൂലും പ്രൂൺസും പിസ്തയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അമ്മയും അച്ഛനൊക്കെ കാര്യമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുന്ന ആൾക്കാരാണ്. ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കാറില്ല, അപ്പോൾ കൊണ്ടുപോകണില്ല അധികം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിട്ടുള്ള ചോക്ലേറ്റ്സും പിന്നെ നൂഡിൽസ്, ഇങ്ങനത്തെ കൊറിയൻ നൂഡിൽസൊക്കെ നല്ല ഇഷ്ടമാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും. പിന്നെ ഇതാ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ആണ് ഇങ്ങനത്തെ ബ്രിക്ക് ചോക്ലേറ്റ്. ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം, എനിക്ക് കാർഫൂറിലെ ഈ ബ്രിക്ക് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി സോൾട്ടുള്ള ചോക്ലേറ്റ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇന്ത്യയിലേക്ക് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കൊണ്ടുപോയപ്പോൾ അവരിപ്പോൾ ചോദിച്ച് വാങ്ങിക്കും ഈ ചോക്ലേറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂടി എടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു അഡൽട്ട്സ് ആയിട്ടുള്ള നമ്മളെപ്പോലെ ഏജുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ബ്രിക്ക് ചോക്ലേറ്റ്സ് ആണ് കൂടുതൽ ഇഷ്ടം റാദർ ദെൻ സ്മോൾ ക്യാൻഡി പോലത്തുള്ള ചോക്ലേറ്റ്സ്. അപ്പോൾ ഇത്രയും ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് അച്ഛന് വേണ്ടിയിട്ട് ഇങ്ങനെ ഗോൾഡ് മെഡലിൻ്റെ ആ ഒരു ഓയിൽ വെക്കുകയാണ്. പണ്ടൊക്കെയാണ് ആക്സ് ഓയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കുറച്ചും കൂടി സ്ട്രോങ് എന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് വാങ്ങിക്കണത്. പിന്നെ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് 2 ജോഗൻസിൻ്റെ ബോഡി ലോഷൻ കൊണ്ടുപോകുന്നുണ്ട്. ഈ ജോഗൻസിൻ്റെ ബോഡി ലോഷൻ ഇന്ത്യയിലും അവൈലബിൾ ആണ്, പക്ഷേ ഇത്രയ്ക്കും ഒരു നല്ല ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് എന്നമ്മ പറയുന്നത് കൊണ്ടാണ് എല്ലാ പ്രാവശ്യം ഞാൻ ജർഗൻസ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ജർഗൻസ് 2-3 പ്രാവശ്യം കൊണ്ടുപോകുന്ന സമയത്ത് അത് ലഗേജ് ബാഗിൽ എങ്ങനെയോ പ്രഷർ തട്ടിയിട്ട് കുറേ ലീക്ക് ആകുന്ന പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യവും എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ സീൽ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് സീൽ ചെയ്ത് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് ഞാൻ ഈ ബോഡി ലോഷൻസ് എല്ലാം കൊണ്ടുപോകുന്നത് കേട്ടോ. എൻ്റെ ബാഗ് എന്ന് പറയുന്നത് നല്ല ഹാർഡ് ഷെല്ലായിട്ടുള്ളൊരു ബാഗായിട്ട് പോലും ചില സമയങ്ങളിലൊക്കെ ഈ ബോഡി ലോഷൻസ് ലീക്കായി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ മെയിനായി എടുക്കുന്നത് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കുട്ടിയായിട്ടുള്ള ബാഗ്സുകളൊക്കെ ഞാൻ ബെഡിൻ്റെ അടിയിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ നമുക്ക് ഫ്രണ്ട്സുമാർക്കൊക്കെ ചോക്ലേറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണല്ലോ. കാരണം ഇന്ത്യയിൽ പോയിട്ട് ഇത് തപ്പി തരാനൊന്നും സമയം ഉണ്ടാവില്ല മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ ഇവിടെ ഉള്ളത് തന്നെ ഞാൻ കൊണ്ടുപോകണം ചെയ്യുന്നത്.
തുണികളുടെ പാക്കിംഗ് ഒക്കെ ഞാൻ ഇങ്ങനത്തെ സിപ്പ് ലോക്ക് ബാഗ്സിലാണ് ഞാൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഈസി. ഞാനിങ്ങനെ സോർട്ട് ചെയ്തിട്ട് ചെയ്യും. ഇന്ത്യൻ കുർത്തീസും അങ്ങനത്തെ ഇന്ത്യൻ വെയർസ് ഒരു ബാഗിലേക്ക്, ടോപ്സ്, ടീഷർട്ട് ഒരു ബാഗ്, ജീൻസ് ഒരു ബാഗ്, ഇന്നേഴ്സിന് ഒരു ബാഗ്. അങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തായാലും അവിടെ പോയിട്ടാണെങ്കിലും വളരെ ഈസിയാണ് ക്ലോത്ത്സ് സോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അതല്ലാതെ തന്നെ ഇപ്രാവശ്യം ജൂലൈ നല്ല മഴക്കാലത്താണ് ഇന്ത്യയിലേക്ക് പോകുന്നത്. അപ്പോൾ മഴക്കാലത്ത് ഇങ്ങനെ കോട്ടൻ്റെ ക്ലോത്ത്സ് ഒന്നും പെട്ടെന്ന് ഉണങ്ങി കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ പോളിസ്റ്റർ മെറ്റീരിയൽ ആയിട്ടുള്ള ടോപ്സാണ് കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ മാൻഡറ്ററി ആയിട്ട് എൻ്റെ വാളറ്റിൽ വെക്കുന്നത് ഞാൻ ഇന്ത്യൻ ക്യാഷാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇന്ത്യയിൽ ആവശ്യം വരുന്ന ആധാർ കാർഡ്, പാൻ കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വാളറ്റിൽ ട്രാൻസ്ഫർ ചെയ്ത് വെക്കുകയാണ്. കാരണം ജനറലി ഞാൻ ഇവിടുത്തെ വാളറ്റിൽ ഞാൻ ഇതൊന്നും ക്യാരി ചെയ്യാറില്ല റെഗുലറായിട്ട്. അടുത്തത് ഞാൻ ക്യാരി ചെയ്യുന്നത് മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് ആണ്. ആകെ ഒരു ലിപ് ബാമാണ് കൊണ്ടുപോകുന്നത്. അതും ഞാൻ സെഫോറിൽ നിന്ന് വാങ്ങിച്ച ലിപ് ബാമാണ്. ഇറ്റ്സ് വെരി വാട്ടർ മെലനി ആൻഡ് മോയ്സ്ചറൈസിങ്. ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന മാക്കിൻ്റെ ഒരു ഡീവ എന്ന പേരിലുള്ള ലിപ്സ്റ്റിക് ആണ് കൊണ്ടുപോകുന്നത്. സാധാരണ ഇത് വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ ഔട്ട്ഫിറ്റിലും സൂട്ട് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഐലൈനർ, കോമ്പാക്ട്, സ്ക്രഞ്ചീസ് ആൻഡ് കുറച്ച് ബനാന ക്ലിപ്സ് ആണ് എൻ്റെ മേക്കപ്പ് പൗച്ചിലേക്ക് ഞാൻ ഇടുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി കേട്ട ന്യൂസിൽ എയർലൈൻസ് വളരെ ഓവർ ക്രൗഡഡ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ലഗേജ് മിസ്സിങ് ആവുന്നുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വേഗം പോയിട്ട് തന്നെ ലുലു നിന്നിട്ട് ലഗേജ് ടാഗ് വാങ്ങിച്ചു. ഗുഡ് മോർണിംഗ്. ട്രാവൽ ചെയ്യുന്ന ദിവസമാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇത്തിരി ലൈറ്റായിട്ടാണ് കഴിക്കുന്നത്. ഗ്രീക്ക് യോഗേർട്ട് ആൻഡ് ബ്ലൂബെറീസ് ആണ് കഴിക്കണത്. ഞാൻ ഇതിലിപ്പോൾ മേപ്പിൾ സിറപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. റീസെൻ്റ്ലി വാങ്ങിച്ചതാണ്. നല്ല മധുരമുണ്ട് ഈ മേപ്പിൾ സിറപ്പ് എന്ന് പറയുന്ന സംഭവം. കുറച്ച് ഡ്രോപ്സ് ആയിട്ട് കുറച്ച് യൂസ് ചെയ്താൽ മതി. ഓർമ്മ വന്നപ്പോൾ തന്നെ ഞാൻ ഒരു ബുക്ക് കയ്യിൽ പിടിക്കുന്നുണ്ട്. നോർമലി അബുദാബി നിന്നിട്ട് മുംബൈ വരെ 3.5 മണിക്കൂറേ ഫ്ലൈറ്റിലുള്ളൂ. പക്ഷേ അബുദാബി ഒരു ചെറിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ചെക്കിനൊക്കെ പെട്ടെന്ന് കഴിയും. അപ്പോൾ അയക്കാനൊക്കെ കുറേ സമയം കിട്ടാറുണ്ട് ജനറലി. ഇന്ത്യയിൽ പോയിട്ട് വേണം നിങ്ങൾക്കൊക്കെ കുറച്ച് ഇന്ത്യയിലെ വ്ളോഗ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് കരുതിയിട്ടാണ് ഞാൻ ലാപ്ടോപ്പ് ക്യാരി ചെയ്യുന്നുണ്ട് ടു എഡിറ്റ്. ഈ ലാപ്ടോപ്പ് പൗച്ച് ട്രാവലിങ്ങിന് അടിപൊളി സംഭവമാണ് കേട്ടോ. എസ്പെഷ്യലി മഴക്കാലത്തൊക്കെ ഒരു നല്ല സേഫ്റ്റി കൂടിയാണ്. എൻ്റെ ചെക്ക് ഇൻ ബാഗിൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ ബാഗിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡും ഫോട്ടോ എടുക്കുകയാണ്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇൻ കേസ് നമ്മുടെ ലഗേജ് ബാഗ് മിസ്സായാൽ ഒരു റെഫറൻസ് ഫോട്ടോ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം, ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാവും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എപ്പോഴും ചെയ്യണത്. അപ്പോൾ നമുക്ക് ആ ഒരു ചടങ്ങ് ചെയ്യാം അല്ലേ, വെയിറ്റ് ചെക്ക് ചെയ്യണത്. 30 kgs UAE നിന്നിട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ എൻ്റെ 2 ബാഗ് കൂടിയിട്ട് എക്സാക്ട്ലി 30 kgs തന്നെ ആവുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ബെലീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലായിട്ടുള്ളൊരു വെയിങ് സ്കെയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോർ സോ ലോങ്. കൊറോണ ഈസ് സ്റ്റിൽ ഹിയർ. അതുകൊണ്ട് ട്രാവലിങ്ങിന് പോകുമ്പോൾ എപ്പോഴും എൻ്റെ ബാഗിൽ ഇങ്ങനത്തെ ഒരു സാനിറ്റൈസർ ഞാൻ വെക്കാറുണ്ട്, ഹോൾഡിങ് സാനിറ്റൈസർ വെക്കാറുണ്ട്. കിച്ചണിൽ 2 പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കണമെന്ന് മനസ്സിലാവണ്ടായിരുന്നില്ല. അപ്പോഴാണ് വിശാൽ സജസ്റ്റ് ചെയ്തത് മേക്ക് സം മഫിൻസ്. കാരണം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വിശാലിന് മഫിൻസ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മഫിൻസ് ഉണ്ടാക്കി വെക്കുകയാണ് സോ ദാറ്റ് ഹി ക്യാൻ ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് വിത്ത് ഹോൾ വീറ്റ് പൗഡർ. ഈ 2 ബനാന എടുത്തിട്ട് ഞാൻ മാഷ് ചെയ്യാണ് നന്നായിട്ട്. ചങ്കി ബിറ്റ്സ് ആൻഡ് പീസസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് അത് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ശരിക്കും അതൊരു കാരമലൈസ്ഡ് ആയിട്ട് വരും. ഞാൻ ഈ ഹോൾ വീറ്റ് ബനാന മഫിൻ്റെ മെത്തേഡാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ മെഷർമെൻറ്റ്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഹെൽപ്ഫുൾ ഫോർ യു ടു മേക്ക് ഹെൽത്തി മഫിൻസ്. മീൻ വൈൽ എൻ്റെ മഫിൻ ട്രേയിൽ ഞാൻ ഈ ബേക്കിംഗ് ലൈനേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് സോ ദാറ്റ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് മെസ്സാവില്ല.
മഫിൻസ് ഉണ്ടാക്കുന്നത് നന്നായിട്ടോ, കാരണം എനിക്ക് ഓർമ്മ വന്നു ആട്ട ഇട്ട് വെക്കാനായിട്ടുള്ള ഒരു ഡബ്ബ കൂടി ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കണം എന്നത്. കാരണം എനിക്ക് UAE ആട്ട ഇട്ട് വെക്കാനായിട്ടൊരു നല്ല ഡബ്ബ ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ആൻഡ് ഞാൻ നല്ലൊരു വലിയ കപ്പ് ഓഫ് ഹോൾ വീറ്റ് ഫ്ലവർ എടുക്കുന്നുണ്ട്. അതിലൂടെ കുറച്ച് ബേക്കിംഗ് പൗഡർ ആൻഡ് സോൾട്ട്, ഇത് രണ്ടും മിക്സ് ചെയ്യാം. ഇതൊരു ബനാന മഫിൻ അല്ല, അപ്പോൾ ഇതിൻ്റെ കൂടെ പീനട്ട് ബട്ടർ ചിപ്സ് നന്നായിട്ട് പോവും. ഇത് ഞാൻ കണ്ടപ്പോൾ തന്നെ എടുത്ത് വാങ്ങിച്ചു. റീസീസിൻ്റെ ബ്രാൻഡിലാണ്. ആൻഡ് നമുക്ക് റീസീസ് കഴിച്ചിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി ടേസ്റ്റി. ആൻഡ് എനിത്തിങ് വിത്ത് പീനട്ട് ബട്ടർ ആൻഡ് ബനാന ടേസ്റ്റ് റിയലി യമ്മി. സോ യു ഷുഡ് ഗിവ് ഇറ്റ് ദിസ് എ ട്രൈ. ഇതില്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് മഫിൻ ഉണ്ടാക്കുന്നത്. ബാറ്ററിനെ അധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു പ്രാവശ്യം വെറ്റ് ആൻഡ് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ആയാൽ പിന്നെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നാണ്. സോ ഞാൻ ഓൾറെഡി അവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഫിൻ ട്രേ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു ഐസ്ക്രീം സ്കൂപ്പർ വെച്ചിട്ട് ബാറ്ററിനെ പോർ ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു ഐസ്ക്രീം സ്കൂപ്പർ ഇൻ ബേക്കിംഗ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ബാക്കിയുള്ളൊരു ചിപ്സ് മുകളിൽ ഇടുന്നുണ്ട്. മഫിൻ പൊങ്ങി വരുമ്പോൾ നല്ല ടെംപ്റ്റിംഗ് ആയിരിക്കും ഈ കാണാൻ. ഇനി വെയിറ്റിംഗ് പീരീഡ് ആണ്. ഞാനിതിന് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 19 മിനിറ്റ്സ് ബേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വിശാലാണെങ്കിൽ പേപ്പർ വർക്ക്സ് ഒക്കെ ചെക്ക് ചെയ്യാറുന്നു. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നവർക്ക് വാക്സിനേഷൻ കാർഡ് ആൻഡ് എയർ സുവിധ കമ്പൽസറി ആണ് മെയിൻലി വേണ്ടത്. ബാക്കി ഞാൻ ടിക്കറ്റ് കോപ്പീസ് ആൻഡ് കാർഡ് ഓതറൈസേഷൻ ലെറ്റേഴ്സാണ് കൊണ്ടുപോകുന്നത്. ദാ മഫിൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. സീ ഇറ്റ്സ് ക്ലീൻ. ചൂടാറിയിട്ട് ഞാനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഫ്രിഡ്ജിൽ. ഇത് വിശാലിന് ഒരു വീക്കിന് കൺസ്യൂം ചെയ്യാൻ പറ്റും ആസ് ബ്രേക്ക്ഫാസ്റ്റ് ഓർ സ്നാക്ക്. എൻ്റെ ആങ്സൈറ്റി റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണി ചെയ്യണത്. ബാഗിൽ മൊത്തം ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നീട് അതെല്ലാം ഊരിക്കളഞ്ഞു. നോക്കി നിൽക്കുമ്പോൾ തന്നെ സമയം 8 മണിയായി. രാത്രി 1 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ 3 മണിക്കൂർ മുന്നേ തന്നെ അവിടെ ചെല്ലണം. ഞാൻ വേഗം തന്നെ ഡിന്നർ കഴിച്ചിട്ട് റെഡിയായി. എൻ്റെ എയർപോർട്ട് ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലാക്ക് ലെഗിങ് ആണ് ആൻഡ് ലൂസ് കോട്ടൺ ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോവാണ് ഇന്ത്യയിലേക്ക്. സോ ഇനി അവിടെ ഇന്ത്യയിലേക്ക് നമുക്ക് ഇന്ത്യ വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ 3 ബാഗ്സ് ആണ് ഞാൻ കൊണ്ടുപോകുന്നത്. സോ ലെറ്റ് us go. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഐ വിൽ മിസ് ദിസ് ഹോം. റീമൈൻലൻഡിൽ നിന്നിട്ട് അബുദാബി എയർപോർട്ട് ഒരു 30 മിനിറ്റിൻ്റെ ദൂരം ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ മേജർ ട്രാഫിക് ഒന്നും ഉണ്ടാവാറില്ല. ടെർമിനൽ 1 എയർ അറേബ്യയുടെ ഫ്ലൈറ്റ്. അപ്പോൾ എയർ അറേബ്യ റീസെൻ്റ്ലി ആണ് കേട്ടോ അബുദാബിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഡിസ്കൗണ്ടഡ് റേറ്റ്സിൽ എനിക്ക് ടിക്കറ്റ് കിട്ടി. ജനറലി ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു സമയത്ത് നല്ല കത്തി വിലയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ്സിനൊക്കെ. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ്സ് ഒക്കെ എന്തിനാണ് കിട്ടിയത് എന്ന് ഞാൻ പതിയെ പറയാം. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് വൈ ദിസ് എയർലൈൻസ് വാസ് ഗിവിംഗ് ഡിസ്കൗണ്ടഡ് റേറ്റ്സ്. എനിക്ക് പേടിയാണ്. എന്താണ് പേടി? ഇത്ര പ്രാവശ്യം പോയിണ്ടല്ലോ ഒറ്റയ്ക്ക്. എന്നാലും എനിക്ക് ഫ്ലൈറ്റ് ഫോബിയ ഉണ്ട്. ഫ്ലൈറ്റ് ഫോബിയ? എനിക്ക് പേടിയാണ് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ. കുഴപ്പമില്ലടാ, പെട്ടെന്നെത്തും. ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഇത്രയും തിക്കും തിരക്കും ഞാൻ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ജൂലൈയിൽ ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ ആ സമയത്താണ് സ്കൂൾസ് ലീവ്. അപ്പോൾ അതുകൊണ്ട് വൻ തിരക്കാണ് ജൂലൈ ഓഗസ്റ്റ് ഈ മാസം എയർപോർട്ടിലൊക്കെ. കഴിവതും ആ ഒരു സമയം ഒഴിവാക്കായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നി. ബട്ട് മഴ കാണണം എന്നുണ്ടെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് അല്ലേ പോകേണ്ടത് അല്ലേ? അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് പോവാണ്. അബുദാബി ഒരു കുട്ടി എയർപോർട്ടാണ്. അപ്പോൾ ഇത്രയും ആളുകളായപ്പോൾ ഭയങ്കര തിക്കും തിരക്കായി. പിന്നെ AC-യും വർക്ക് ആവുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടോ. കാരണം മാസ്കും വെച്ച് വളരെ ഡിഫിക്കൽട്ടും സഫോക്കേറ്റഡ് ആയിരുന്നു ഞാൻ ഫീൽ ചെയ്യേണ്ടായിരുന്നത്. ശരിക്കും ആളുകളുടെ ഫേസിൽ എനിക്ക് ഇറിറ്റേഷൻ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഗേറ്റിൻ്റെ അവിടെ പോയപ്പോൾ തന്നെ 1 മണിക്കല്ലായിരുന്നു ഫ്ലൈറ്റ്. പക്ഷെ 1 മണിയായിട്ടും എയർ അറേബ്യയുടെ ഒരു മനുഷ്യനും ആ ഒരു കൗണ്ടറിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഇൻഫർമേഷൻ പോലും നമുക്കോ ഇരിക്കുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ കൺഫ്യൂസ് അടിച്ചിരിക്കുകയായിരുന്നു. കാരണം 1 മണിയായിട്ടും ഫ്ലൈറ്റിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല.
ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ എണീറ്റിട്ട് ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ TV ഉണ്ട്, അവിടെ പോയിട്ട് നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ടൈമിങ്ങേ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോദിച്ചും പിടിച്ചും വന്നപ്പോൾ മനസ്സിലായി 1 മണിയുടെ ഫ്ലൈറ്റ് 4:30 ആക്കി മാറ്റിയിട്ടുണ്ട് ഡ്യൂ ടു സം ഓപ്പറേഷണൽ റീസൺ. ഐ വാസ് ലൈക്ക് അറ്റ്ലീസ്റ്റ് എയർ അറേബ്യയുടെ ടീം വന്നിട്ട് ഒരു അനൗൺസിങ്ങിനും ചെയ്യാമായിരുന്നു നമുക്കൊക്കെ ദാറ്റ് ഫ്ലൈറ്റ് ഇസ് ഡിലേഡ്. പിന്നെ ഇല്ലേ, നമ്മുടെ ഫ്ലൈറ്റ്സ് ഡിലേ ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി എയർലൈൻ കമ്പനീസ് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് തരും. അത് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ മെക്ഡി പോയിട്ട് ഫ്രീ മീല് വാങ്ങി. പക്ഷെ കുറേ പേർക്ക് ഇത് അറിയണ്ടായിരുന്നില്ല, ബിക്കോസ് ആരെങ്കിലും വന്ന് പറഞ്ഞാലല്ലേ അത് അറിയൂ. അപ്പോൾ ഞാൻ പോയിട്ട് മാക്സിമം പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞു ദാറ്റ് മെക്ഡി ഈസ് പ്രൊവൈഡിങ് ഫ്രീ മീൽ എന്നൊക്കെ. അങ്ങനെ ഫുഡ് കഴിച്ച് ബുക്ക് കഴിച്ചിരിക്കുകയായിരുന്നു. കുറച്ച് സമയമൊക്കെ ഞാൻ ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഉറങ്ങിയിട്ടോ. ഇങ്ങനത്തെ ഒരു സിമിലർ സിറ്റുവേഷൻ അബുദാബിയിലെ എയർ ഇന്ത്യയിലും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡിലേ, പക്ഷെ അവരുടെ ടീം ലീഡർ സൂപ്പർബ് ജോബ്. റൈറ്റ് ടൈമിൽ വന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്ത് എല്ലാവരോടും ചോദിച്ചു എന്തെങ്കിലും വേണോ എന്നൊക്കെ, എസ്പെഷ്യലി ബേബീസിനെ ക്യാരി ചെയ്യുന്ന മദറിനോട് അബൌട്ട് ദ ഫ്രീ ഫുഡ് കൂപ്പൺസ്. സോ ജനറലി ഒരു നല്ല വൈബ്സ് കിട്ടില്ല നമുക്ക് എയർലൈൻസിനെ പറ്റിയിട്ട്. പറഞ്ഞ സമയത്ത് തന്നെ 4:30 ഫ്ലൈറ്റ് വന്നു. ഫ്ലൈറ്റിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര മനസ്സമാധാനമായിരുന്നു. ഫ്ലൈറ്റിൻ്റെ എക്സ്പീരിയൻസ് ഓക്കെ ആയിരുന്നു. അബുദാബി മോളിൽ നിന്നിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. എസ്പെഷ്യലി അബുദാബി ഒരു കോൺസെൻട്രിക് രീതിയിലായിട്ടാണ് സിറ്റി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സോ മോളിൽ നിന്നിട്ട് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഗ്രിഡായിട്ട് നമുക്ക് കാണാൻ പറ്റും മെയിൻ സ്ട്രീറ്റ്സ്. സൂപ്പർബ് അല്ലേ? മോർണിംഗ് സൺറൈസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫുൾ ഓൺ ക്ലൗഡ്സ് ബെഡായിരുന്നു. ലാൻഡിങ് സമയത്ത് നല്ല ടർബുലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫൈനലി വി ആർ ഹിയർ. എൻ്റെ വീട്. മഴക്കാലത്ത് ഏത് സിറ്റിയും മോളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. പച്ചപ്പും ബിൽഡിങ്സിലൊക്കെ പൂപ്പായ പിടിച്ച് നിൽക്കുന്നതും പിന്നെ അത്യാവശ്യത്തിന് നല്ല റോഡ് ബ്ലോക്കും മോളിൽ നിന്ന് കാണാൻ പറ്റും. ഒരു തനി സിറ്റിയുടെ ചായ. നിങ്ങൾ ഏത് സിറ്റിയിൽ നിന്നിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് കോമൻസിൽ അറിയിക്കുക. ആൻഡ് നിങ്ങൾ പുറംനാട്ടിലൊക്കെ താമസിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് അറിയാം എത്രയും ഈ സീനറി കാണാൻ വേണ്ടിയിട്ട് മിസ് ചെയ്യുന്നുണ്ടാവാം എന്നത്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഇത് ക്യാപ്ചർ ചെയ്യുന്നത്. Seats remain until the aircraft come to a complete stop and sit back. എല്ലാവരുടെയും ബാഗ് ഇങ്ങനെ നനഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അറിയില്ല, മേ ബി മഴയൊക്കെ കാരണമായിരിക്കാം ബാഗ് ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. ഇനി ദൈവത്തിനറിയാം ഇതിൻ്റെ ഉള്ളിലും എല്ലാം നനഞ്ഞിട്ടുണ്ടോ എന്നത്. അങ്ങനെ മുംബൈയുടെ ഛത്രപതി ശിവാജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് എക്സിറ്റ് അടിക്കാൻ പോവാണ്. അച്ഛൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കേട്ട ശബ്ദം അച്ഛൻ്റെതാണ്. അത് വേഗം തന്നെ ട്രോളി കയ്യിൽ നിന്ന് വാങ്ങിയിട്ടോ ഞാൻ വ്ളോഗ് ചെയ്യുന്നത് കണ്ടതുകൊണ്ട്. അപ്പോൾ നല്ലൊരു വലിയ എയർപോർട്ടാണ് മുംബൈ എയർപോർട്ട്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2020 ബെസ്റ്റ് എയർപോർട്ട് ഇൻ ഏഷ്യ പസഫിക് കിട്ടിയിട്ടുണ്ട് ഈ മുംബൈ എയർപോർട്ടിന്. ഡെഫിനറ്റ്ലി നിങ്ങൾ എപ്പോഴെങ്കിലും വരാണെങ്കിൽ കുറച്ച് സമയം മുന്നേ വരാം, സോ ദാറ്റ് യു ക്യാൻ എക്സ്പ്ലോർ ദി എൻറ്റയർ എയർപോർട്ട്. പുറത്തും അകത്തും ഈക്വലി കുറേ സംഭവങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഠാണെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എയർപോർട്ടിൽ നിന്നിട്ട് എൻ്റെ വീട് ഒരു 30 മിനിറ്റ് സമയം പിടിക്കും. അമ്മ ബാഗിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ടിഫിൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പിളും ബിസ്ക്കറ്റും. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. നല്ല പുട്ടും കടലക്കറിയും യമ്മി ആയിരുന്നു. ഞാൻ നന്നായിട്ട് വൈകിട്ട് ഇത്തിരി നേരം ഉറങ്ങി. പിന്നെ എണീറ്റിട്ട് നല്ല മഴയുണ്ടായിരുന്നു. മഴയും ചുക്ക് കാപ്പിയും കുടിച്ച് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. നിങ്ങളും മഴ എൻജോയ് ചെയ്യൂ. അതുവരേക്കും വേറൊരു വ്ലോഗിലേക്ക് കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.